തൃശൂർ കൊരട്ടിയിൽ വീട് കയറി ആക്രമണം. ലഹരിക്കടിമയായ അശ്വിൻ കാറിന്റെ ചില്ലും വീടിന്റെ ജനലുകളും ഒക്കെ തകർത്തു. പ്രതിക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ സിന്ധു ജയരാജ് ഇടപെട്ടില്ല എന്ന വൈരാഗ്യത്തിലാണ് അതിക്രമം. സിന്ധു ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. അവനെയും കൊണ്ട് പുറകോട്ട് ഓടിയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എന്റെയും കുഞ്ഞുവാവയുടെയും രണ്ടുപേരുടെയും കണ്ണുകളിൽ ആ ചില്ലുകൾ ജനല ഫുൾ തകർന്നു. അത് ജനലെ കൂടെ ആദ്യം ഞങ്ങളെ വെട്ടിക്കൊല്ലാനാണ് അവൻ ശ്രമിക്കുക. ലിഷോ ഉണ്ട് വിവരങ്ങളുമായി. ലിഷോ, ഇത് എന്ത് അക്രമമാണ് കാണിക്കുന്നത്? പോലീസ് ഇയാളെ പിടികൂടിയോ? ഒരു മുൻ വാർഡ് മെമ്പറും CPM ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെയാണ് ഈ അതിക്രമത്തിന് ഇരയായിരിക്കുന്നത്. തീർച്ചയായും ദിവിഷ്, അതായത് നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ബോധം അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് എത്രത്തോളം ക്രൂരമായിരിക്കുന്നു എന്നതിന്റെ ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണമാണിത്. കാരണം ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അശ്വിൻ. രാസലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അശ്വിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി കാണാൻ സാധിക്കും. കുഞ്ഞും ഈ പറയുന്ന സിന്ധു ജയരാജും ഉള്ള ഒരു സമയത്ത് വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കടന്നു വന്നത്. ഇയാൾ നിരന്തരം ഈ പ്രദേശത്തെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിലായി നടത്താറുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് സ്വന്തം വീട് വരെ ആക്രമിച്ച് ഇത്തരത്തിൽ തല്ലി പൊളിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ ഉള്ള നാട്ടുകാർ തന്നെ പറയുന്നത്. അത്രത്തോളം ലഹരിക്ക് അടിമയാണ് ഇയാൾ. എന്തായാലും നിലവിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് രീതിക്കാണ് ഇതിനെ ഇനി കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാരണം ഇത്രയും ലഹരിക്ക് അടിമപ്പെട്ട് ഒരു അബോധ മനസ്സിൽ ഇത്രത്തോളം കാര്യങ്ങളെല്ലാം ക്രൂരമായി ചെയ്തു. ഇയാളെ നേരത്തെയും ഇയാൾക്കെതിരെ കേസുകളുണ്ട്, പോലീസ് പിടിച്ചിട്ടുണ്ടാകും. പിന്നീട് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ജാമ്യം ഒക്കെ കിട്ടി ഇറങ്ങും. വീണ്ടും ഇതുപോലെ അതിക്രമങ്ങൾ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഈ അക്രമകാരികളെ വീണ്ടും വീണ്ടും അതിക്രമങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി അവസരമൊരുക്കുന്ന നിലയിലുള്ള എന്താ പറയുക, കുറച്ച് ലളിതമായ നടപടിക്രമങ്ങളാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഇയാളെയൊക്കെ വല്ല ക്യാമ്പിലാക്കിയോ അല്ലെങ്കിൽ ലഹരി മുക്ത ക്യാമ്പിലാക്കിയോ അങ്ങനെയൊക്കെ ചെയ്ത് നന്നാക്കാതെ നിവർത്തിയില്ലല്ലോ. നിലവിൽ അങ്ങനെയൊന്നും ഇതുവരേക്കും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വീട് കയറിയുള്ള ആക്രമണം അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ അറസ്റ്റ് ചെയ്ത് കുറച്ചുനാൾ ജയിലിൽ കിടന്നാൽ വീണ്ടും ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് ഈ നാട്ടുകാരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഇയാളെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ ആ വഴി നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലെ കൊരട്ടിയിലാണ് മുൻ വാർഡ് മെമ്പറും CPM പ്രവർത്തകയുമായ സിന്ധുവിൻ്റെ വീട്ടിലേക്ക് എത്തി ഈ അശ്വിൻ എന്നയാൾ ഈ അതിക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്തായാലും പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.